ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു അൺബോക്സിംഗ് ആൻഡ് യൂസർ റിവ്യൂ ആണ് ഗായ്സ്. അൺബോക്സിംഗ് മുന്നേ കഴിഞ്ഞതാണ്, അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് യൂസർ റിവ്യൂ ആണ്. നമ്മളൊരു പുതിയൊരു അപ്ഗ്രേഡേഷൻ നടത്തിയിട്ടുണ്ട്. അപ്ഗ്രേഡേഷൻ എന്ന് പറയുന്നത് ഒരു ക്യാമറ ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന ഫൂട്ടേജസ് എല്ലാം അതിലെടുത്താണ്. ഇനി നമ്മൾ അതിൻ്റെ അൺബോക്സിംഗ് കാണിച്ചു തരും, അതിൽ എന്തൊക്കെ വരുന്നു കാണിച്ചു തരും, ഈ ക്യാമറ അതിൻ്റെ ക്വാളിറ്റീസ് അത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഗായ്സ്. ഈ കാണുന്നവരൊരു പൂച്ചയാണ് ഗൈസ്. നമുക്ക് അങ്ങനെ വരുന്നത് ക്യാമറ കിട്ടും. ഇത് ഓൾറെഡി നമ്മൾ ഓപ്പൺ ചെയ്തതാണ്. പിന്നെ ഇത് ഒഫീഷ്യലായിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കാണിക്കണം. നമ്മൾ ഇതുണ്ടായതുകൊണ്ട് നമ്മൾ ഇതുപോലുള്ളൊരു സ്ഥലത്ത് വന്നിട്ട് ഇത് അൺബോക്സ് ചെയ്യാൻ വിചാരിച്ചു. ലെറ്റ്സ് സീ. അങ്ങനെ ഇതാണ് നമ്മളെ ക്യാമറ എന്ന് പറയുന്ന സാധനം. ഈ ക്യാമറ എന്ന് പറയുന്നത് ഒരു ബോക്സിലാണ് കിട്ടുന്നത് ഗൈസ്. ഇതാണ് അതിൻ്റെ കവർ. ഇതാണ് നമ്മുടെ സാധനം, മെയിൻ സാധനം. ഇതിന് മുമ്പിലൊരു കവറൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ മുന്നേ പൊളിച്ചളഞ്ഞു. പിന്നെ ഈ ക്യാമറ ജസ്റ്റ് ഒന്നിങ്ങനെ ടിൽറ്റ് ചെയ്താൽ കണ്ട, ഇതാണ് നമ്മളെ ഇതിങ്ങോട്ട് തിരിച്ചാൽ ഇങ്ങോട്ട് തിരിക്കണം. ഇതാണ് ഇവൻ. അങ്ങനെ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത് ഗൈസ് ഒരു എക്സ്ട്രാ സ്റ്റാൻഡ് കിട്ടും. കാരണം ഞാൻ യൂസ് ചെയ്തു, അതുകൊണ്ടാണ് ഇതൊക്കെ ഇളകി പോയത് ഗൈസ് ഇതൊക്കെ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത് ഒരു ട്രൈപോഡ് കിട്ടും. ഇതും കൂടെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ 3 സാധനങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ഇതൊരു ട്രൈപോഡ്. ഇനി ഗൈസ്, ഇനി കാണാൻ പോകുന്ന ഫൂട്ടേജസ് എല്ലാം നമ്മൾ ഇതിലെടുക്കാൻ പോവുകയായിരിക്കും ഗൈസ്. ഇപ്പോൾ നല്ല കാറ്റുണ്ട് ഇവിടെ. പിന്നെ കുറച്ച് ദൂരത്ത് ഞാൻ പോയി നോക്കാം എങ്ങനെയുണ്ട് ഓഡിയോ ക്ലാരിറ്റി എന്ന് നോക്കാം. കൊള്ളാം. പിന്നെ വിഷ്വൽസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ കണ്ടിട്ട് പറ. ആരൊക്കെ ആയാലും ഇതൊരു അടിപൊളി സംഭവം തന്നെയാണ്. ഈ നല്ല അടിപൊളി ക്യാമറയാണ്. ഇതിൻ്റെ ക്ലാരിറ്റി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ഓഡിയോ ക്ലാരിറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം DJ എന്ന് പറയുന്നത് ഒരു ചെറിയ കമ്പനിയല്ല, അടിപൊളി കമ്പനിയാണ്. ഇതിൻ്റെ ക്ലാരിറ്റി എല്ലാം നമ്മൾ നോക്കാം. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സ്റ്റെബിലൈസേഷനാണ്. ഓടി നോക്കാം. ഓടി ഗൈസ്, ഗൈസ് ഇതാണ് ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് എൻ്റെ വീഡിയോഗ്രാഫറെ ഞാൻ കാണിച്ചു തരാം. വീഡിയോഗ്രാഫർ കം എഡിറ്റർ കം എല്ലാം കം മൈ ബ്രദർ, ഓൾ ഇൻ വൺ മൈ ബ്രദർ. പിന്നെ വേറെ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല ഗൈസ്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ട്രാക്ക് ചെയ്യും. ഇപ്പോൾ കണ്ടോ, ക്യാമറ ആരും അനക്കുന്നില്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ടാണ് ഇത് ക്യാമറ നമ്മളെ ഫോക്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വ്ളോഗ് എടുത്ത് തരാൻ മറ്റൊരു തെണ്ടിൻ്റെ ആവശ്യമില്ല. നോർമലായിട്ട് സോളോ ആയിട്ട് വ്ളോഗൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഗൈസ് ഈ ക്യാമറ വെർത്താണ് ഗൈസ്. ഇതാണ്, ഇത് കണ്ടോ, കണ്ട എത്ര പെട്ടെന്ന് നമ്മളെ ക്യാപ്ചർ ചെയ്ത്. ഇത്രേ ഉള്ളൂ. ഇതാണ് ഈ ക്യാമറേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമ്മൾ ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മക്കന്നെ തോന്നും ഇതിനെ എടുത്തുകൊണ്ട് പോവാൻ. അത്രയ്ക്ക് അടിപൊളി ക്യാമറയാണ് ഗൈസ്, ഒന്നും പറയാനില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ ക്യാമറ എടുത്തത് ഗൈസ്. ഇതിൽ നമ്മൾ 4K 60 FPS വരെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയും 4K 60 FPS എടുത്തതാണ് ഗൈസ്. ഇതിലെ മാക്സിമം ക്വാളിറ്റി റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 4K 60 FPS ആണ്. നോർമലായിട്ട് ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് എടുക്കാൻ, അതായത് യൂട്യൂബിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ മതി, ഇതൊക്കെ ധാരാളം. ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട് ഗൈസ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ലെൻസും കൂടെ കിട്ടും. ഈ ലെൻസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഫിക്സ് ചെയ്യാം. പിന്നെ ഇത് മാഗ്നറ്റാണ്. ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട, ഈ സാധനം ജസ്റ്റ് ഇതിലൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ എങ്ങനെയുണ്ട്, കുറച്ച് വൈഡായി. അതുകൊണ്ട് ഡിജിറ്റലായിട്ടില്ല വൈഡല്ല കിട്ടുക. ഈ ലെൻസിൻ്റെ ജസ്റ്റ് ഒന്ന് വികസിക്കും സ്ക്രീന്, അത്രേ വ്യത്യാസമില്ല. വേറെ ഇത് മാറ്റി കഴിഞ്ഞാൽ തിരിയും, ഒന്ന് ഇട്ട് കഴിയുമ്പോൾ കുറച്ചൊന്ന് സൈഡ് വൈഡാവും. ഇത്രേ ഉള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതുപോലെ തന്നെ ഇതിൻ്റെ കുറേ ആക്സസറീസ് നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. അതാകുമ്പോൾ നമുക്ക് ഒരുപാട് കളർ ഗ്രേഡിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.
ഈ സാധനം ലെൻസ് ഇടുമ്പം തന്നെ ഓട്ടോമാറ്റിക് സിനിമാറ്റിക് ആയിട്ടില്ല കുറേ കളർ ഗ്രേഡിങ് ഇല്ല സാധനങ്ങൾ കിട്ടും, ലെൻസ് കിട്ടും. നമ്മളിപ്പോൾ ഒന്നും ഇതിലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അടുത്തത് ഇനി ഫർദർ നമ്മൾ ചെയ്യും. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഇതിലിട്ടിട്ടാണ് നമ്മൾ ഇത് സേഫായി വെക്കുന്നത്. ഇതിൻ്റെ കൂടെ കിട്ടുന്ന കവറാണിത്. പിന്നെ ഈ കവർ മാറ്റിയിട്ട് നമ്മൾ ഇതിനൊരു നല്ല അടിപൊളി കവർ നമ്മൾ വാങ്ങുന്നുണ്ട് ഗൈസ്. അതും കൂടെ വാങ്ങിയിട്ടാകുമ്പോൾ പറയാം. പിന്നെ വേറെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ബാറ്ററി കിട്ടും. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഓട്ടോ ഫോക്കസിങ് ആണ്. ഇപ്പോൾ നോക്കൂ ഗൈസ്, ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന ക്യാമറ ഇത് തന്നെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് ഈ ക്യാമറ എടുത്തത്. ഇപ്പോൾ എടുത്തപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ എടുത്തത് ക്രിയേറ്റർ കോംബോ ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ സാധാ ക്യാമറ മൊഡ്യൂൾ മാത്രം വാങ്ങാം. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. പക്ഷേ ക്യാമറ മൊഡ്യൂൾ മാത്രം വാങ്ങിയതിൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ വേറെ എക്സ്ട്രാ ആയിട്ടുള്ള ആക്സസറീസ് എല്ലാം നമ്മൾ പിന്നെയും വാങ്ങേണ്ടി വരും. DJIൻ്റെ മൈക്കിനെന്ന് പറഞ്ഞത് ചെറിയ പൈസ ഒന്നുമില്ല, കുറച്ച് നല്ല പൈസയുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 69,000 രൂപ ഓൺലൈൻ പ്രൈസിൽ ഇപ്പം ഈ ഗൈസ് നിങ്ങൾക്ക് എങ്ങനെ ഇതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞറിയിക്കുന്നറിയില്ല. ഇതിൽ കൂടുതൽ ഞാൻ ഈ ക്യാമറേനെ എങ്ങനെ വർണ്ണിക്കുന്നു എനിക്കറിയാൻ പറ്റില്ല. പിന്നെ ഒന്നും പറയാനില്ല ഗൈസ്, ഒരു കിടിലൻ ക്യാമറയാണ് ഗൈസ് ഇത്. നോക്കൂ, എത്ര നല്ല അടിപൊളി വ്യൂ ആണ് ഗൈസ് നമ്മളിതിൽ കാണാൻ പറ്റുന്നത്. ഒരു ചെറിയ ക്യാമറ ആയതുകൊണ്ട് തന്നെ ആർക്കും സംശയമൊന്നും തോന്നില്ല ഞാൻ വ്ളോഗ് ചെയ്യുന്നതെന്നൊന്നും. ഇൻട്രോവേർട്ടുകളായാലും എന്നെപ്പോലുള്ള ഇൻട്രോവേർട്ടുകളാണെങ്കിൽ ഈ ക്യാമറ അടിപൊളിയാണ് ഗൈസ്. ഇൻട്രോവേർട്ട്സിന് പറ്റിയ ഇതാണ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആരും കാണില്ല നമ്മൾ വ്ളോഗ് ചെയ്യുന്നതാണോ ഒന്നും ചെയ്യുന്നതാണോ. ഇതുണ്ടോ, ഞാൻ മൈക്കിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗൈസ് മനസ്സിലാവുന്നുണ്ടോ ഞാനൊരു വ്ളോഗറാണെന്ന്? ഇല്ല. യൂട്യൂബ് ഇറങ്ങുമ്പോൾ വീഡിയോ ഇറങ്ങുമ്പോൾ മാത്രമേ മനസ്സിലാവൂ ഞാനൊരു വ്ളോഗറാണെന്ന് ഗൈസ്. വാവ് ഗൈസ് ഇവൻ്റെ ബുദ്ധി വിമാനം തന്നെ ഗൈസ്. ഇവരെ നമ്മൾ ഭാവിയിൽ എഡിറ്റർ എല്ലാമായിട്ട് കാണുന്നതായിരിക്കും ഗൈസ്. ഇവൻ്റെ കഴിവുകളെല്ലാം കാണണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി ഗൈസ്. ഭയങ്കര ടാലൻ്റാണ് ഇവന്. കഴിവ് മാത്രമേ ഉള്ളൂ. പിന്നെ ഗൈസ് നമ്മളെ വ്ളോഗ് എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോസ് ചെയ്യാൻ പറ്റൂ. പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പോയി ക്യാമറ എടുക്കുക. ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ വ്ളോഗിങ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്നും നോക്കാനില്ല, നിങ്ങൾ ഈ ക്യാമറ എടുത്തോ. പിന്നെ ഐഫോൺ ഉള്ളവരാണെങ്കിൽ ഫോണിൽ തന്നെ ക്യാമറ എടുത്തോ. വേറെ ഒന്നും പറയാനില്ല ഗൈസ്. ഈ ക്യാമറ എന്ന് പറയുന്നത് അടിപൊളി ക്യാമറയാണ്. എനിക്കൊന്നും പറയാനില്ല. ഒരു യൂസർ എന്ന നിലയിൽ ഞാൻ 120% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ ക്യാമറയിൽ. എൻ്റെ വീഡിയോസ് ഞാൻ സ്വന്തമാണ് എടുക്കുന്നത്. പിന്നെ ആൾക്കാരില്ലപ്പോൾ ഞാൻ ആൾക്കാരെ കൊണ്ട് എടുപ്പിക്കും, ഇല്ലെങ്കിൽ ഞാൻ സ്വന്തം തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ഓട്ടോ ട്രാക്കിംഗ് എന്നെല്ലാം പറഞ്ഞ സംഭവങ്ങൾ ഇതിലുണ്ടായതുകൊണ്ട് അടിപൊളിയാണ് ഗൈസ്. ഒന്നും പറയാനില്ല. വർത്ത് ഒറ്റക്ക് വ്ളോഗ് ചെയ്യുന്നവർക്ക്. പിന്നെ ഇതിൻ്റെ ഫൂട്ടേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഫോണിൽ തന്നെ ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പം ആരും വിളിച്ചു കഴിഞ്ഞാൽ അതൊരു ഡിസ്റ്റർബൻസോ അങ്ങനെയെല്ലാമാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ വേറെ തന്നെ ഒരു ക്യാമറയിൽ വ്ളോഗ് ചെയ്യുന്നതും അങ്ങനെ ഫൂട്ടേജസ് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല. ഈ മൈക്ക് കിട്ടിയത് വലിയ ഉപകാരമാണ്. കാരണം ഈ മൈക്ക് എന്ന് പറയുന്നത് നമ്മൾ വേറെ തന്നെ വാങ്ങേണ്ടത് നല്ല പൈസയാണ്. ഇതിലിപ്പോൾ നമുക്ക് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് സാധനം ഒന്ന് ഓണാക്കിയാൽ മാത്രം മതി. ഇതിൽ ഇൻബിൽഡ് ആയിട്ടുള്ള ട്രാൻസ്മിറ്റർ ഉണ്ടായതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവും. പിന്നെ നിങ്ങൾക്ക് ഈ കാണുന്ന വീഡിയോസും എല്ലാം ഇത്രയും ഹൈ ക്വാളിറ്റീസിൽ നമുക്ക് വീഡിയോസ് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് സ്പെൻഡ് ചെയ്യണം. നമ്മൾ യൂട്യൂബ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കണം എന്നൊന്നുമല്ല. ജസ്റ്റ് നമ്മളെ പറ്റിയ ആൾക്കാരെ അറിയണം, നമ്മളെ കുറച്ച് കാര്യങ്ങൾ നാട്ടുകാരെ അറിയിക്കണം, എല്ലാവർക്കും ഉപകാരമുള്ള വീഡിയോസ് ചെയ്യണം, ഇൻഫ്ലുവൻസ് ചെയ്യണം. അതൊക്കെയാണ് നമ്മളെ ആഗ്രഹങ്ങൾ. ഇൻഫ്ലുവൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ് ഇൻഫ്ലുവൻസിങ് അല്ല, നല്ല നല്ല ഇൻഫ്ലുവൻസിങ്. ഇപ്പോൾ നല്ല നല്ല ഇൻഫ്ലുവൻസേഴ്സാണ് നമ്മളെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ കൂടി അടിച്ച് പൊട്ടിച്ചോട്ടെ. ഓക്കെ, ബൈ.